അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അത്തിപ്പഴം പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്, എന്നാൽ അവഗണിക്കാറാണ് പതിവ്. അതിൻ്റെ നേട്ടങ്ങൾ കേട്ടാൽ ഇത്ര വലിയ നേട്ടങ്ങളുള്ള പഴമാണോ എന്ന് നിങ്ങൾ കരുതും. അല്ല, നിങ്ങൾ അത്ഭുതപ്പെടും. നോക്കാം. അത്തിപ്പഴം പരിശുദ്ധ ഖുർആനിൽ പേരെടുത്ത് പറയപ്പെട്ട പഴമാണ്. വത്തീനി വസൈത്തൂൻ എന്ന് പറയുന്ന വത്തീൻ എന്ന് പറഞ്ഞാൽ അത്തിപ്പഴമാണ്. കഴിഞ്ഞില്ല, ഹദീസുകളിൽ സ്വർഗത്തിലെ പഴമാണ് എന്ന് പറയപ്പെട്ട പഴമാണ് അത്തിപ്പഴം. 40ഓളം നേട്ടങ്ങളെ പറയുന്നു. വളരെ പെട്ടെന്ന് പറയുന്നു, അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി കേൾക്കുക. ഒന്നാമത്തത്, അത്തിപ്പഴം ഫൈബർ സമ്പുഷ്ടമാണ്, അതുകൊണ്ട് തന്നെ ദഹനം നന്നായി നടക്കും. 2, ഇരുമ്പ് അടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് രക്തത്തിന്റെ ഹീനത അതിനെ തടയുന്നു എന്നുള്ളത് വലിയൊരു നേട്ടമാണ്. മൂന്നാമത്തത്, കാൽസ്യം ഉള്ളതിനാൽ അസ്ഥികൾ, നമ്മുടെ ഓരോ അസ്ഥികളും ശക്തമാകുന്നു. നാലാമത്തെ ഒന്ന്, പൊട്ടാസ്യം ഉയർന്നതിനാൽ രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നു. 5, മഗ്നീഷ്യം ഉള്ളതുകൊണ്ട് പേശികൾക്കും നാഡീവ്യൂഹത്തിനും ഏറ്റവും നല്ല പഴമാണ് അത്തിപ്പഴം. ആറാമത്തെ ഒന്ന്, വിറ്റാമിൻ B6 അതേപോലെ തന്നെ B9 എന്നിവ ഉള്ളതിനാൽ നല്ല ഉന്മേഷമുണ്ടാകും അത്തിപ്പഴം കഴിക്കുന്ന ആളുകൾക്ക്. ഇനി അത്തിപ്പഴത്തിന്റെ ആരോഗ്യ ഗുണങ്ങളെ കുറിച്ച് ബാക്കി പറയട്ടെ. ഏഴാമത്തെ ഒന്ന്, ഹൃദയത്തിന്റെ ആരോഗ്യം അത് മെച്ചപ്പെടുത്തുന്നു. ഹൃദയരോഗങ്ങളിൽ നിന്ന് രക്ഷ കിട്ടുകയും ചെയ്യാൻ ഇത് കാരണമാകും. എട്ടാമത്തത്, കൊളസ്ട്രോൾ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. 9, രക്തത്തിലെ പഞ്ചസാരയുടെ, അതായത് ഡയബറ്റിസിന്റെ അളവ് നിയന്ത്രിക്കാൻ ഇത് കാരണമാണ്. 10, രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നു. 11, ശരീരഭാരം കുറക്കാൻ ഇത് നന്നായി സഹായിക്കുന്നു. ഫൈബർ ഉള്ളത് കൊണ്ടാണ് ശരീരത്തിന്റെ ഭാരം കുറക്കാൻ, ശരീരത്തിലെ തടിയൊക്കെ കുറക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നല്ല ഒരു പഴമാണിത്. അതേപോലെ 12ാമത്തത്, ക്ഷീണം കെടുത്തുകയും ഊർജം നൽകുകയും ചെയ്യുന്നു. വല്ലാതെ ക്ഷീണമുള്ള ആളുകൾ അവർക്ക് ഇടയ്ക്കൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. 13ാമത്തത്, ക്ഷയരോഗത്തിന് ഫലപ്രദമാണ് എന്ന് പറയപ്പെടുന്നുണ്ട് ശാസ്ത്രം. 14, ശ്വാസകോശ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു. 15, ശരീരത്തിലെ ടോക്സിനുകൾ നീക്കം ചെയ്യാൻ, ശരീരത്തിലെ വിഷാംശങ്ങൾ നീക്കം ചെയ്യാൻ ഇത് നന്നായി സഹായിക്കുന്ന ഒന്നാണ്. ഇനി 16ാമത്തത് മുതൽ ദഹനവുമായി ബന്ധപ്പെട്ടതാണ്. 16ാമത്തത്, മലബന്ധത്തിന്റെ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നു. 17, ഗ്യാസ്ട്രിക് പ്രശ്നങ്ങൾ. അത്തരം ഗ്യാസ്ട്രിക് പ്രശ്നങ്ങളുള്ള ആളുകൾ നിരവധി ഉണ്ടാകും. ഗ്യാസുമായി ബന്ധപ്പെട്ടത് അവർക്കിത് കുറക്കാൻ സഹായിക്കുന്നു. 18ാമത്, അസിഡിറ്റി കുറക്കാൻ ഏറ്റവും നല്ല പഴമാണിത്. 19ാമത്തത്, കുടലിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു. ശരീരത്തിലെ കുടലുകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു. ഇനി സ്ത്രീകളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടതാണ് 20ാമത്തത് മുതൽ. സ്ത്രീകളുടെ ആരോഗ്യം 20ാമത്തത്, ഗർഭിണികൾക്ക് ഫോളിക് ആസിഡ് ഉണ്ടാവാൻ ഇത് സഹായിക്കുന്നു. ഫോളിക് ആസിഡ് വല്ലാതെ പ്രധാനപ്പെട്ട ഒന്നാണ് ഗർഭിണികളെ സംബന്ധിച്ച്, അതിനത് വല്ലാതെ സഹായിക്കുന്നുണ്ട്. 21, പ്രസവാനന്തര ആരോഗ്യത്തിന് ഏറ്റവും നല്ല പഴങ്ങളിൽ ഒന്ന് അത്തിപ്പഴമാണ്. കഴിഞ്ഞില്ല, 22ാമത്തത്, സ്ത്രീകൾക്ക് മാസവിരാമ സമയത്ത് പ്രശ്നങ്ങൾ, മാസത്തിന്റെ അവസാനത്തിലുണ്ടാകുന്ന മെൻസസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഒരു പരിധി വരെ കുറക്കാൻ ഇത് നല്ല ഒരു സാധനമാണ്, നല്ല ഒരു പഴമാണ്. ഇനി ചർമ്മവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ചർമ്മത്തിന്റെ ആരോഗ്യം, ശരീരത്തിന്റെ തൊലിയുടെ ആരോഗ്യം. 23ാമത്തതാണത്, ചർമ്മത്തിന്റെ തിളക്കം വർദ്ധിക്കുന്നു. 24, ചർമ്മാരോഗ്യത്തിന്, അതായത് എക്സിമ, ചൊറിച്ചിൽ ഇതൊക്കെ കുറക്കാൻ, ചർമ്മരോഗങ്ങൾ, അത്തരം രോഗങ്ങളുണ്ടല്ലോ, ആ രോഗങ്ങൾ കുറക്കാൻ ഇത് കാരണമാണ് ഈ പഴം. അതേപോലെ 25ാമത്തത്, വിറ്റാമിൻ C കൊണ്ട് ചർമ്മം നല്ല മൂടിയുള്ള ചർമ്മമായി മാറും. ഇതിൽ വിറ്റാമിൻ C അധികമായുണ്ട്, അതുകൊണ്ട് ഇത് ശരീരത്തിന് നല്ല മൂടിയുള്ള ചർമ്മമാക്കാൻ ഇത് കഴിയും. ഇനി മറ്റു ഗുണങ്ങൾ ഞാൻ 26ാമത്തത് മുതൽ വളരെ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു പോകാം.
26 ശരീരത്തിന്റെ pH ലെവൽ സന്തുലിതമാക്കുന്നു. 27 ക്ഷീണം തീർക്കാൻ സഹായിക്കുന്നു. 28 ശരീരത്തിന് ശീതല ഫലം നൽകുന്നു. 29 ഉറക്കം മെച്ചപ്പെടുത്തുന്നു. 30 ശരീരത്തിലെ വീക്കം കുറക്കുന്നു. 31 ആർത്തവ വേദന കുറക്കാൻ സഹായിക്കുന്നു. 32 മൂത്രവ്യവസ്ഥയെ ശുദ്ധമാക്കുന്നു. 33 ജോയിന്റുകളിൽ ഉണ്ടാകുന്ന വേദനകൾ കുറക്കുന്നു. 34 കണ്ണിന്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണിത്. 35 ബുദ്ധിശക്തി വർദ്ധിപ്പിക്കുന്നു. 36 മസ്തിഷ്ക ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ്. മസ്തിഷ്കം അതിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ്. 37 ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി ശരീരത്തിന് വല്ലാതെ നൽകാൻ ഇത് സഹായിക്കും. 38 ക്യാൻസർ കോശങ്ങൾ വളർച്ച തടയാൻ, ശരീരത്തിലുണ്ടാകുന്ന ക്യാൻസർ കോശങ്ങൾ, ആ കോശങ്ങളുടെ വളർച്ച തടയാൻ ഈ പഴം നല്ലതാണ് എന്ന അഭിപ്രായമുണ്ട്. 39 ശരീരത്തിന് ഊർജം നൽകുന്നു. 40 ആയുർവേദത്തിൽ ശരീരത്തിന് ശക്തി നൽകുന്ന ഒരു പഴമായിട്ടാണ് ഈ പഴത്തെ കണക്കാക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ ഈ ഞാൻ പറഞ്ഞ അത്തിപ്പഴത്തിന്റെ നേട്ടങ്ങളാണ്. അത്തിപ്പഴം അത്ഭുത ഗുണങ്ങളുള്ള പഴമാണ് എന്ന് ബോധ്യമായിട്ടുണ്ടാകും. നഷ്ടപ്പെടുത്തണ്ട, ജീവിതത്തിൽ കഴിച്ചു തുടങ്ങിക്കോളൂ. അത് വെള്ളത്തിലിട്ടോ മറ്റോ ഒക്കെ ഒരു മിതമായ രൂപത്തിൽ കഴിക്കുക. അത് പച്ചയായിട്ടോ ഉണങ്ങിയതോ ഒക്കെ കഴിക്കാം. പക്ഷേ പിന്നെ പഞ്ചസാരയുടെ അളവ് കൂടുതലായതിനാൽ ഡയബറ്റീസ് രോഗികൾ അത് മിതമായി കഴിക്കണം, അമിതമാക്കരുത്, ശ്രദ്ധിക്കണം. അള്ളാഹു സ്വർഗീയ അത്തിപ്പഴങ്ങൾ കഴിക്കാൻ നമുക്ക് ഭാഗ്യം നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.